സകല ഐശ്വര്യങ്ങളോടും കൂടി ദീർഘകാലം ജീവിക്കട്ടെ. ഹായ്. എന്താണാവോ മാതാവിനോട് പ്രാർത്ഥിച്ചത്? ഞാൻ മരിക്കുന്നത് ജോണിയുടെ മടിയിൽ തല വെച്ചായിരിക്കുന്നേന്ന്. ഓഹോ, അപ്പോ കല്യാണവും കഴിഞ്ഞ് 10-12 കുട്ടികളെയും പ്രസവിച്ച് ഇപ്പോ മരണത്തിന്റെ ലൈനിലേക്കാണല്ലേ? 10-12? നാണമില്ലല്ലേ? ആ, നാണിച്ച കാര്യം നടക്കുമോ? ഞാൻ തന്നേ മാല കഴുത്തിൽ അണിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അടുത്ത പ്രാവശ്യം നിന്റെ ചേട്ടൻ ജയിലിലേക്ക് പോയതിനു മുമ്പായി നമ്മുടെ കല്യാണം നടത്തിരാൻ പറയണേ. ചേട്ടൻ എനിക്ക് ലൈസൻസ് തന്നു കഴിഞ്ഞു. ആ, പിന്നെ മറ്റൊരു പ്രധാന കാര്യം വിട്ടുപോയി. നമ്മുടെ എല്ലാ വിവരങ്ങളും ഞാൻ ഡാഡിയോടും മമ്മിയോടും പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച എന്റെ ബഹുമാനപ്പെട്ട ഡാഡിയും മമ്മിയും എന്റെ ഭാവി വധുവിനെ കാണാൻ വധുഗൃഹത്തിലെത്തുന്നതായിരിക്കും. ഓ ജീസസ്, ഇതിനു വേണ്ടിയാണ് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നത്. ഓഹോ, അപ്പൊ ആ ക്രെഡിറ്റ് ജീസസിന് പോകുമായിരിക്കും. സാറിന് തന്നെ. ജോണി ഇരിക്കും, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇന്നെന്താണ് പതിവില്ലാത്തൊരു സ്വീകരണം? അല്പം കാപ്പിയാണ് സാർ. ഇത് കഴിക്കൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ലില്ലിക്ക് വിഷമം തോന്നുമോ? എന്താണ് ജോണി ഇങ്ങനെ പറയുന്നത്? എനിക്ക് ജോണി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ലില്ലിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാൻ ജീവിക്കില്ല. ആട്ടെ, എന്താ പറയാനുള്ളത്? ലില്ലിക്ക് ഈ ക്ലബിലെ ജോലി തുടരണമെന്ന് നിർബന്ധമുണ്ടോ? ജോണി, ഈ ജോലി ഇല്ലായിരുന്നെങ്കിൽ നാം തമ്മിൽ അടുക്കുമായിരുന്നു. ഇല്ല. അപ്പോൾ ഈ ജോലി ഉപേക്ഷിക്കുന്നത് ശരിയാണോ? അല്ല. അല്ല, സമ്മതിച്ചോ? സമ്മതിച്ചു. എങ്കിൽ എന്റെ ജോണിക്ക് വേണ്ടി ഞാൻ ഈ ജോലി ഉപേക്ഷിക്കും. മതിയോ? ആ, സമയമായി. വരൂ, ക്ലബിലേക്ക് പോകാം. Where is your boyfriend? മേഡം, മുതലാളി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. മുതലാളി എവിടെയുണ്ട്? ഓഫീസ് റൂമിലുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. Okay. Good evening. Please come. Take your seat. Come along. Please take your seat. Don't be shy, my girl. ലില്ലിയോട് ഞാൻ ഇന്നലെ ഹോട്ടലിൽ വെച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ലില്ലിയുടെ വീട് എവിടെയാണ്? ഇവിടെ അടുത്താണ് സാർ. അടുത്തെന്ന് വെച്ചാൽ? കഷ്ടിച്ചൊരുമയിൽ കാണും. ഓ, ഈ രാത്രിയുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് തോന്നാറില്ലേ? തോന്നിയിട്ടെന്താ സാർ, ജോലിയല്ലേ. ഓഫ് കോഴ്സ്, ദാറ്റ്സ് റൈറ്റ്. ഡേ ടൈമിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൂടെ? ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, കിട്ടിയില്ല. കിട്ടിയാൽ ഉപകാരമായിരിക്കും. എങ്കിൽ നാളെ മുതൽ ഡേ ടൈമിൽ ഇവിടുത്തെ അക്കൗണ്ട് സെക്ഷനിൽ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. ഐ എം വെരി ഹാപ്പി. Sit down. ഏതായാലും വീട്ടിൽ നിന്ന് പുറപ്പെട്ടില്ലേ? ഇന്നിവിടെ കഴിഞ്ഞുകൂടാ. എന്റെ ഹോട്ടൽ ജീവിതത്തിലെ ലാസ്റ്റ് നൈറ്റില്ലേ, ഞാൻ മനോഹരമായ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാം. ലില്ലി മനസ്സ് വെച്ചാൽ
അതെന്റെ ജീവിതത്തിലെയും ഒരു ഇൻട്രസ്റ്റിംഗ് നൈറ്റാക്കി മാറ്റാം. മനസ്സിലായില്ല. ഇന്നൊരേ ഒരു രാത്രി മാത്രം നമുക്ക് ഒരുമിച്ച് കഴിയാം. What do you mean? I mean you must share my bed tonight. Shut up! Come on, darling. You bloody rascal! വേഗം വിടൂ ജോണി. പ്ലീസ് ഒന്ന് വേഗം വിടൂ. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യരുത്. ഇനി ദൈവം വന്നാലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അയ്യോ Johnny!